നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദേഷ്യപ്പെടലല്ല മോളെ, സൂക്ഷിച്ച് ചെയ്യണമെന്നല്ലേ അച്ഛമ്മ പറഞ്ഞത്. ചെല്ല് ചെല്ല്. ആദ്യം എല്ലാം എടുത്ത് കട്ടിന്റെ മുകളിലേക്ക് വെക്കേ. പൊടിയെല്ലാം തൊടിച്ചിട്ട് അവസാനം തിരിച്ചെടുത്ത് വെക്കാം. ഇനി പതുക്കെ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? തുണി കൊണ്ടല്ലേ അടിച്ചോളൂ ഞാൻ. അച്ഛമ്മ പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ടേ ചൂലുകൊണ്ട് അടിക്കാൻ എനിക്ക് തോന്നിയത്. വല്യേട്ടൻ പിശുക്കനാവാൻ കാരണം ഈ കിളവനാണെന്നാ അച്ഛമ്മ പറഞ്ഞത്. നമ്മുടെ അച്ചാച്ചനാ ഇത്. ഇങ്ങനെയൊന്നും പറയരുത്. കുറച്ച് മര്യാദ കൊടുക്ക്. ഓ, മര്യാദ കൊടുക്കണ്ട ഒരു അച്ചാച്ചൻ. ഞാനൊക്കെ ജനിക്കും മുമ്പേ ഇങ്ങനെ ഒരു കാര്യമായി പോയത് നന്നായി. അല്ലെങ്കിൽ ഉണ്ടല്ലോ. മതി, വാചകം നിർത്ത്, ജോലി ചെയ്. അയ്യോ, എന്തോ ശബ്ദം കേട്ടല്ലോ, വാ നോക്കാം. അയ്യോ ചേച്ചി, ഇനിയിപ്പോ എന്ത് ചെയ്യും? പറഞ്ഞതല്ലേ ഞാൻ സൂക്ഷിച്ചു തുടയ്ക്കാൻ. ഇപ്പൊ കണ്ടില്ലേ? എന്താ എന്താ അവിടെ ശബ്ദം കേട്ടത്? അച്ഛ ഫോട്ടോ. അയ്യോ, ഫോട്ടോ താഴെ വീണോ? അത് ഞാൻ അച്ചാച്ചന്റെ ഫോട്ടോ തുടച്ചോണ്ടിരുന്നപ്പോ അത് താഴെ വീണച്ച. സാരല്ല സാരല്ല, ടെൻഷൻ വേണ്ട. ഞാൻ ശരിയാക്കി വെക്കച്ച. ഓ, ഈ പിശുക്കന്റെ ഫോട്ടോ താഴെ വീണിട്ടും പൊട്ടിയില്ല. താഴേക്ക് വീഴ്ത്തുമ്പോ കുറച്ച് ശക്തിയിൽ വീഴ്ത്തണ്ടേ മോളെ? എന്താ ഇത്? കുട്ടികളുടെ മുമ്പിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതെങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ വീടെടുത്തവൻ മലർത്തി വെച്ചനെ. ഏതായാലും ഹരി വരുന്നതിന് പകരത്ത് ശരിയാക്കി വെക്ക്. അമ്മ വന്നേ. അവിടെ തൂക്കിക്കോ. ഭൂമി കുലുങ്ങിയാലും കക്ഷി കുലുങ്ങൂല. പക്ഷാപുകാരന് വീട് പണി ചെയ്തുവിടാന്നൊന്നും ഇല്ല കേട്ടോ. ഒരു മെസ്സേജ് അയച്ചോട്ടച്ചാ. വീണ്ടും എന്തോ വീണ് പൊട്ടിയെന്നാ തോന്നുന്നത്. ചേച്ചി, അയ്യോ ചേച്ചി, ടിവി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, ടിവിയും പൊട്ടിച്ചോ? അച്ഛാ, അവിടെ നടത്തപ്പോ അറിയാതെ എന്റെ കയ്യിൽ നിന്ന് വീണുപോയി. കരയല്ലേ അനു? കരഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. അറിയാതെ പറ്റിപ്പോയതല്ലേ. വേണമെന്ന് വെച്ച് ചെയ്തൊന്നും അല്ലല്ലോ. സാരമില്ല. അറിയാതെ പൊട്ടിയതാണെന്ന് പറഞ്ഞാലേ നിന്റെ ചേട്ടൻ ഇങ്ങോട്ട് വന്ന് സാരമില്ല പോട്ടെ എന്ന് പറയൂ. ടിവിയിൽ പാട്ട് വെച്ചതിന് ബഹളം വെച്ചവനാ അവൻ. ഇനി ടിവി വീണു പൊട്ടിന്ന് പറഞ്ഞ വെറുതെ വിടുവോ? വല്യേട്ടൻ തരുന്ന ഏത് ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. അങ്ങനെ ഒരാളായിട്ട് മാത്രം ശിക്ഷയൊന്നും ഏറ്റെടുക്കണ്ട. ഈ ആപത്തുകളൊക്കെ ഞങ്ങളുടെ തലയിൽ തന്നെ കൊണ്ടിറക്കുന്നത് എന്തിനാ ഈശ്വര? ഇതൊന്നും അത്ര വലിയ കാര്യമല്ല അച്ഛമ്മേ. എന്താ ചേട്ടാ പറയുന്നത്? അത്ര വലിയ കാര്യമല്ലെന്നോ? ആന്നേ, എന്റെ ഒരു കൂട്ടുകാരൻ ടി വി മെക്കാനിക്കാ. അവനെ കൊണ്ട് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എന്ന് എടുത്തോണ്ട് പോയി പെട്ടെന്ന് ശരിയാക്കും നിന്റെ ചേട്ടൻ വരുന്നതിന് മുമ്പ്. ശരിയച്ചാ, നീ കരയല്ലേ അനു? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അയ്യോ, വല്യേട്ടൻ വരുന്നു. ഹലോ അഭിലാഷേ, പറയടാ. അവൻ വരുന്നതിന് മുമ്പ് ടി വി എടുത്ത് അകത്തോണ്ടുപോയി. അച്ഛാ, ഏട്ടനോട് ഞാൻ സംസാരിച്ചോളാം. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവനോട് ആരും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അത് പ്രശ്നമാവോ അച്ഛാ? അച്ഛ, വല്യേട്ട ഇന്നിവിടെ എല്ലാരും കൊല വിളിക്കും. നിങ്ങളൊന്ന് സമാധാനിക്കും. നീ എന്താ അവനോട് പറയാൻ പോകുന്നത്? ഞാൻ ടി വി തുടച്ചോണ്ടിരുന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി. വേണ്ടച്ചാ, എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ പറഞ്ഞോളാം. ഉണ്ടായ കാര്യം ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാൻ പറയുന്നത് കേക്ക്. എന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞാൽ അവൻ എന്നെ കുറെ ശകാരിക്കും, അതോടെ തീരും. പക്ഷേ നിങ്ങളാണത് ചെയ്തതെന്ന് അറിഞ്ഞാൽ ഇവിടെ അടിയുടെ പൂരമായിരിക്കും. ടി വി എടുത്ത് അകത്തോണ്ട് വേണം.
കൊണ്ടുപോ. അയ്യോ. ജയേട്ടാ ഇനി എന്താ ചെയ്യാ? നീ സമാധാനമായിട്ട് ഇരിക്കാനോ? വരാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് നേരിടാം. നീ വന്നേ. എന്താ എല്ലാവർക്കും ഒരു മൗനം? ഇവിടെ ആരെങ്കിലും ചത്തോ? എന്തോ കുഴപ്പം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഓരോരുത്തരെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പറ, എന്താ അത്യാപത്ത വരുത്തി വെച്ചിരിക്കുന്നത്? പറഞ്ഞോ. എന്തായാലും പറയാതെ പറ്റില്ലല്ലോ. പറഞ്ഞു തൊലയ്ക്ക്. എന്താ അച്ഛ ഇങ്ങനെ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കുന്നേ? ഒന്ന് പറ. അത് വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ മുറിയിലേക്ക് കയറി. അവിടെ TV തുടച്ചോണ്ടിരുന്നപ്പോ കയ്യിന്ന് വഴുതി വീണ് പൊട്ടി. എന്താ പറഞ്ഞേ? TV താഴെ വീട് പൊട്ടിയെന്നോ? മോറി നിക്കടാ. അയ്യോ വല്യേട്ട, എന്നോടുള്ള ദേഷ്യം മുഴുവൻ നിങ്ങൾ ആ TV എടുത്തിരുത്തല്ലേ? മുറി വൃത്തിയാക്കണം ഞാൻ അറിയാതൊന്ന് പറഞ്ഞു പോയി. അച്ഛൻ ആ TV മനഃപൂർവ്വം താഴെയിട്ട് പൊട്ടിച്ചതല്ലേ? സ്വന്തം മകനോട് അത്രയ്ക്ക് ശത്രുതയാണോ അച്ഛന്? ആണോ? പറഞ്ഞില്ലേ മോനെ, ഞാൻ അറിയാതെ കയ്യിന്ന് വഴുതി പോയതാ. ആരോടാ നിങ്ങൾ ഈ നുണക്കഥയൊക്കെ പറയുന്നേ? വല്യേട്ട അത് നിന്നോട് വല്ലതും ചോദിച്ചോ? വായടക്കടി. വെട്ടിവിടുക നേരം മാത്രം നീ വാ തുറന്നാ മതി. ആ ടിവിയുടെ വില എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയാതെ പറ്റിയതാണെങ്കിലും അച്ഛനാണെങ്കിൽ പോലും മാപ്പില്ല. ഒരു കാര്യം വേണ്ടതുപോലെ ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്തിനാ അതിന് ഇറങ്ങി പുറപ്പെടുന്നത്? ഒരു മൂലയ്ക്ക് എങ്ങനെ ഇരുന്നൂടെ? എന്തിനാ വെറുതെ എന്റെ നെഞ്ചത്തോട് കയറുന്നത്? എന്താ മിണ്ടാത്തെ? പറയണം, വാ തുറന്ന് പറയണം. ഞാൻ അച്ഛൻ ഇങ്ങനെ വഴക്ക് പറയണ്ട. അച്ഛനൊന്നും ചെയ്തിട്ടില്ല. ജയകൃഷ്ണ, നീ ഒന്നും മിണ്ടാതിരിക്കും. ഹരി, എനിക്ക് അബദ്ധം പറ്റിയതാന്ന് ഞാൻ എന്റെ പറഞ്ഞു. കയ്യിൽ നിന്ന് TV വീണ് പൊട്ടിയത്. അല്ല, എന്റെ കയ്യിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോ കേബിള് കുരുങ്ങിയിട്ട്. അച്ഛാ, എന്നെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം ഏറ്റെടുത്ത് ഏട്ടന്റെ ശകാരം കേൾക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു അബദ്ധം പറ്റിയത് ഏട്ടാ, എന്നോട് ക്ഷമിക്കേ. അത് ശരി, സർവ്വ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിപ്പോ നിന്നോട് ക്ഷമിക്കണം അല്ലടാ? വല്യേട്ടാ ഓൾറെഡി